ഞങ്ങൾ എവിടെയാ പോകാൻ? മാർക്കറ്റ് മത്സ്യത്തൊഴിലാളിയുടെ മാർക്കറ്റ് രാത്രി വ്യാപാരം കൊണ്ട് ഗുണ്ടായിസം കാണിച്ച ഭരണാധികാരികൾ ഞങ്ങളിത് പൊളിച്ചു. ഞങ്ങളെന്ന് ജീവിക്കണ്ടേ? ഞങ്ങളെ മക്കളെ വളർത്തണ്ടേ? ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ജീവിച്ചു പോകണ്ടേ? മക്കളെ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ഇട്ട് കൊല്ലുന്നത്? ഈ പാവങ്ങളെ എത്രയോ കോടികൾ വെച്ച് കെട്ടിയത് ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എവിടെ പോകും? ഈ മാർക്കറ്റ് മത്സ്യത്തൊഴിലാളിയുടെ മാർക്കറ്റ്, ഇത് കോർപ്പറേഷൻകാരുടെ ഒന്നുമല്ല. അപ്പൊ ഞങ്ങളുടെ മാർക്കറ്റ് രാത്രി വ്യാപാരം കൊണ്ട് ഗുണ്ടായിസം കാണിച്ച ഭരണാധികാരികൾ ഞങ്ങളെ കൊണ്ട് ഇടുക്കിലിട്ട്. അപ്പൊ അവര് ഞങ്ങളുടെ പറഞ്ഞത് ഈ മാർക്കറ്റ് നിങ്ങൾക്ക് താൽക്കാലികത്തേക്കുള്ളതാണ്. ഈ മാർക്കറ്റ് ബിൽഡിംഗ് കെട്ടി നിങ്ങൾക്ക് വിദേശ മാർക്കറ്റ് പോലെ താഴെ മാർബിളെല്ലാം ഇട്ട് അമ്മച്ചില്ലാർക്ക് ഇരിക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ മാറ്റിയത്. ഇപ്പൊ നിങ്ങൾ ഇതൊരു സുപ്രഭാതത്തിൽ വന്ന രാത്രിയാകുമ്പോ അത് ഇടിക്കും. അപ്പൊ ഞങ്ങൾ എവിടെയാ പോകാൻ? മക്കളെ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഞങ്ങൾ എവിടെ പോകാൻ? ഒരാള് ജോലി ചെയ്താൽ കഴിയാൻ പറ്റുമോ? ഇപ്പോഴത്തെ വിലതവനത്തിൽ ഒരു പെണ്ണാണ് ജോലിക്ക് പോയാലല്ലേ ജീവിക്കാൻ പറ്റുമോ? 2-3 മക്കളെ പഴയതുപോലെയാണ്. ഒരു ആശുപത്രിയിൽ കയറിയ 1000 രൂപ ഡോക്ടറിന് കാണിക്കണം. കയറിയാലേ കാണിച്ചാലേ നമ്മൾ അതിന്റെ അകത്ത് കയറ്റും. നമ്മളെന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ ഇതൊക്കെ രാത്രി വന്ന് അഥവാ ഗുണ്ടായിസം കാണിച്ചെല്ലാം വെട്ടി മാറ്റിയാൽ ഞങ്ങൾ മീനും കൊണ്ടുവന്ന എവിടെയാ പോകും? എവിടെയാ പോകും? ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് ഈ മാർക്കറ്റ് കെട്ടിട്ട് തറയാണെങ്കിൽ എന്നാൽ ഞങ്ങൾ തറ തന്നാ മതി. ഇതിനൊക്കെ സിമെന്റ് തറ തന്നാലും ഞങ്ങൾ അപ്പൊ ഞങ്ങൾ അവിടെ കിടന്ന് ചാകുന്ന മക്കളെ. മാർക്കറ്റ് കച്ചവടക്കാരെ താഴോട്ട് മാറ്റത് 3 സെറ്റപ്പാണ്. മത്സ്യത്തൊഴിലാളിയുടെ 105 വയസ്സായി മാർക്കറ്റിന്. അതേപോലെ 105 വയസ്സായി പാളയം പള്ളിക്ക്. ഞങ്ങളുടെ മാർക്കറ്റാണത്. മത്സ്യത്തൊഴിലാളി മത്സ്യം എവിടെയുണ്ടോ അവിടെയാണ് ചെറുകച്ചവടക്കാരുടെ ജീവിതം. മത്സ്യം വിൽക്കണമെങ്കിലും പച്ചക്കറി വിൽക്കണമെങ്കിലും തുണിക്കടയായാലും ഒരു മത്സ്യം വാങ്ങിക്കാൻ വരുമ്പോ എല്ലാം ഇവിടെ കിട്ടും. എവിടെയാ ഈ കട മാറിയതുപോലെ ഇപ്പോഴും കുറെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ കട മാർക്കറ്റ് എവിടെയാണെന്ന് പോലും അറിഞ്ഞു. ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞത് ഇതിന്റെ വെൽഡിങ് ഈ മുകളിലാണ് ഞങ്ങൾക്ക് മത്സ്യം വിൽക്കാൻ. നമ്മൾ എങ്ങനെ കയറി പോകുമ്പോൾ എന്താ രീതി?